ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൻ്റെ 17ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു നമ്മളുടെയൊക്കെ ജന്മാന്തരങ്ങളായിട്ട് വരുന്ന സൂക്ഷ്മമായിട്ടുള്ള ചില കർമ്മങ്ങളെ, ജനനത്തിന് കാരണമാകുന്ന വാസനകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഗുരു പറയുന്നത്, അഴലെഴും അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കിയാത്മാ നിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വർത്തിവൃത്തിയത്രേ. ഇവിടെ അഴൽ എഴും അഞ്ചിതളാർന്ന് രണ്ട് തട്ടായി. ഇവിടെ 5 ഇതളാർന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കിനെ കുറിച്ച്, ജനന മരണങ്ങൾ ആകുന്ന 2 തട്ടുകൾ, അതിൽ ഇങ്ങനെ അനാദിയായിട്ടുള്ള ഒരു വിളക്ക് തൂക്കിയിട്ടിരിക്കുന്നു. ഇനിയോ നിഴലുരുവായി എരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വൃത്തി. ഈ വിളക്ക് എരിയണമെങ്കിൽ ഇതിനകത്ത് തിരിയുണ്ടാവണം, അതിനകത്ത് ഇന്ധനമുണ്ടാകണം, എങ്കിൽ മാത്രമേ അത് എരിയുകയുള്ളൂ. അല്ലെങ്കിൽ അത് കരിന്തിരി കത്തിപ്പോവും. അപ്പം ഇവിടെ നെയ്യ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഈ തട്ടിനകത്ത് ഒഴിച്ചിരിക്കുന്നത് വാസന, പഴകിയ വാസന ആയിട്ടുള്ള നെയ്യാണ്. അപ്പോൾ ഇവിടെ പഴകിയ വാസന നമ്മുടെ ജന്മങ്ങൾക്ക് കാരണമായിട്ടുള്ളതാണ് വാസനകൾ. ഗുരുവിൻ്റെ ഹോമമന്ത്രത്തിൽ അത് ഗുരു സൂചിപ്പിക്കുന്നുണ്ട്. ഹോമമന്ത്രം അർത്ഥത്തോടുകൂടി നമ്മൾ ജപിക്കുമ്പോഴാണ്, ജ്ഞാനാഗ്നിയിലേക്കാണ് ഇതെല്ലാം ഹോമിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ വാസനകൾ ആകുന്ന സമിത്തുക്കളെയാണ് അവിടെ ഹോമിക്കുന്നത്. അപ്പം ഇവിടെയും ഗുരു പറയുന്നത്, ഈ ജനന മരണങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ അനാദിയായിട്ട് വരുന്ന ഈ വാസനകൾ, അതിങ്ങനെ വാസനകളുടെ ശക്തി അനുസരിച്ച് അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വാസനകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മൾ യാന്ത്രികമായിട്ടുള്ള പൂജകളോ കർമ്മങ്ങളോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം സംഭവങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അറിവ് ഉപയോഗിച്ച്, ഇപ്പോൾ ഇരുട്ടുള്ള സ്ഥലത്ത് നമ്മൾ എന്തൊക്കെ ബഹളം വെച്ചിട്ടും കാര്യമില്ല. അവിടെ നമ്മൾ വിളക്ക് കൊണ്ടുവന്നേ പറ്റൂ, വെളിച്ചം കൊണ്ടുവന്നേ പറ്റൂ. വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ ഇരുട്ട് ഇല്ലാതാവുള്ളൂ. അതേപോലെയാണ് ഇവിടെ ഈ ജന്മാന്തരങ്ങളായിട്ട് ഈ ജീവൻ സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന ഈ ഇന്ദ്രിയങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. അത് എപ്പോഴും വെളിയിലേക്കാണ് ആ പഞ്ചേന്ദ്രിയങ്ങളുടെ പോക്ക്. അതിനകത്തുള്ള വിഷയങ്ങളെ ആസ്വദിച്ച് അത് ഇവിടെ വാസനയായിട്ട് ശേഷിപ്പിക്കുകയാണ്. സഞ്ചിതമായിട്ടുള്ള കർമ്മങ്ങൾ, ആഗാമിയായിട്ടുള്ള കർമ്മങ്ങൾ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കൊണ്ട് ഇതെല്ലാം പിന്നെ സഞ്ചയിച്ച് വെക്കേണ്ടി വരികയാണ്. കാരണം അറിവില്ലാതെയാണ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്ത് അവിടെ വെക്കും. അത് പിന്നെ ഇങ്ങനെ അടുത്ത ജന്മത്തിന് ഇന്ധനമായി മാറുകയാണ് വാസനകൾ. ഇപ്പം നമ്മൾക്ക്
പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല. അതുണ്ട്. പല പല കാരണങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പല കഴിവുകളോടുകൂടി ജനിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ആ കഴിവുണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. പക്ഷേ ഉപനിഷത്തും ഒക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഫലമാണ് അടുത്ത ജന്മം. അപ്പോൾ നമ്മൾ ഏത് ആഗ്രഹത്തോടു കൂടി ഏത് കർമ്മമാണോ അതിശക്തമായിട്ട് ചെയ്തിട്ടുള്ളത്, അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് വാസന രൂപത്തിൽ അവിടെ കിടക്കും. അടുത്ത ജന്മം വരുമ്പോൾ അത് തലപൊക്കും. അപ്പോൾ നമുക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആ ചേഷ്ടകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വാസനകൾ അതിശക്തമായിരിക്കുമ്പോൾ നല്ലതാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ചീത്തയാണെങ്കിലോ ഭയങ്കരമായിട്ടുള്ള കുഴപ്പം. നമ്മൾക്ക് മാത്രമല്ല ദോഷമുണ്ടാകുന്നത്, വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ, ചുറ്റുപാടും അതുപോലെ ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ അതിരൂക്ഷമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ടുള്ള നമുക്ക് ഒരു ഡയറക്ഷൻ, ഒരു ദിശാബോധം നൽകുവാൻ നല്ല ഗുരുവിനെ നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇനി നല്ല ഗുരുവിനെ ലഭിച്ചാലോ അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോന്നണ്ടേ? നമ്മുടെ ചീത്തയായിട്ടുള്ള വാസനകളാണെങ്കിൽ അത് തോന്നിപ്പിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ രണ്ട് ജനന മരണങ്ങളാകുന്ന ഇതിനെ നമ്മൾ രണ്ട് തട്ടുകളായിട്ട് നിൽക്കുന്നതിൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഇങ്ങനെ അറിവില്ലാതെ ജ്ഞാനമില്ലാതെ നമ്മളെ നയിക്കുമ്പോൾ, അതിൽ നമ്മൾ മയങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത ഒരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അത് മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനമാണ് ആർജിക്കേണ്ടത് എന്നുകൂടി ഗുരു ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് തിരിച്ചറിയുന്നതോടുകൂടി തന്നെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള പോംവഴികളും ഉണ്ടാകും. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.